നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇരുകരങ്ങളെ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഷിയാരിയ റിയ 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 റിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തോട്ടെ മേൽ ആര് കുറ്റമാരോപിക്കും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലവിധ സരിമേൽ അരിവിൽ അസാധാരണ ശക്തികൾ സാധാരണ ശക്തികൾ ഈ വചനത്തിന്റെ ശക്തിയാണ്, ഈ സ്തുതിപ്പന്റെ ആരാധന ശക്തിയ എന്നേക്കുമായി വിട്ടുപോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുക. യേശുവിലേക്ക് നോക്കി ആരാധിക്കുക. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ആരാധിക്കുക. എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ എൻ്റെ കർത്താവിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ദൈവസ്നേഹത്തിൽ ആനന്ദിച്ചുകൊണ്ട് പാടുക. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കരമയത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മോട് യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മോട് യേശു ജീവിക്കുന്നു. ചൊവ്വാടി ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ ഒറ്റ വിളിച്ചോ. ശക്തമായി ശ്രദ്ധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായി ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമേ, അവനൊപ്പം മറിയമ്മേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന രൂപാന്തരമാണ് തിരത്താൻ കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അപചാരം, കൂടോത്രം, ദശദോഷം, പൈശാചി, അകപ്പെടണം, ബാധക കൈവശങ്ങൾ ദൂരേറ്റണമേ. പാവകരമായ സകല അസൂയ, ചതി, മരണം ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ ശക്തിയിലും മധ്യസ്ഥാനം നിഗാർ റബ്ബാൻ ഗബ്രിയേൽ മലമയുടെ ശബ്ദമായ സാധാ സ്വഭാവത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തില് വ്യക്തിജീവിതം സമൂഹം എല്ലാ ത്രിമങ്ങളും വെള്ളത്തിലും വാനിലൂടെ വസ്തുതം അക്ഷരം കടന്നുന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാപ്തിമോ പൈശാചികമായ സകല ബന്ധനങ്ങളും അതായത് 4 മുതൽ ലുക്ക 4 പണ്ട് മർക്കോസ് 16 ഉദ്യോഗം പോകുന്നുണ്ട്. പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് വന്നീ പറഞ്ഞ ശരിയ സകലവിധ പ്രകൃതിശം ഇടിവിന്റെ ആശ്വാസങ്ങൾ വെറുതെ ഉദ്ദേശം വാശി വരാ തർക്കം കലാപം പ്രശ്നങ്ങൾ പുരുഷങ്ങൾ ചെറിയ ദിവ്യാസ് ഗോപാസ് ഭക്ഷണശുദ്ധി സ്വയംഭോഗം സ്വർഗവാ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാരം ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം പുതി യുവാദാസം യുവതിദാസം വിൽപ്പനാസം അനാസം പണദാസം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണുമുക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രിയങ്ങൾ ബാഹ്യേന്ദ്രിയങ്ങൾ ചെറുതുമായ രോഗപരികൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സുധിച്ച് പ്രാർത്ഥിക്കും മരണം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ചുതിരകളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിൽ പൈശാചിക അറിവുള്ള അന്താശത്തിൽ സാധാരണ തൊട്ട് ശരികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. ചെറുപുരുഷൻ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലിരിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹിഷ്വെന്ന് സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു. ഷിയ റിയ 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 എല്ലാവരും കരവിളത്തി ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞ് സ്തുതിച്ച് ഭാഷകളുടെ ഭാഷാത്ത് സ്തുതിക്കുന്നു. കരമടിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവിക്കുന്നു. ഈ ബോധ്യത്തോടെ കരമടിക്കുക. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു,
കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധനകളെത്തിരിച്ച് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. വിശ്വാസത്തോടെ സ്തുതിക്കുക, ശിരിയിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, ദൈവസ്നേഹത്തെ ഓർത്ത് മറ്റുള്ളവരോട് ക്ഷമിക്കുക, മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആലുലി 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 ആലുലിയ ദൈവസ്നേഹത്താൽ നിറയട്ടെ, മനുഷ്യ സ്നേഹത്താൽ നിറയട്ടെ, പരസ്നേഹത്താൽ നിറയട്ടെ. ശിരിയിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ബന്ധനങ്ങൾ കെട്ട് കഴിയട്ടെ, കുറ്റബോധം മാറിപ്പോട്ടെ, പാപബോധം നിറയട്ടെ, അനുതാപം നിറയട്ടെ, ദൈവസ്നേഹം ജ്വലിക്കട്ടെ. ശിരിയിൽ ദൈവസ്നേഹത്താൽ പാപപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ആലുലി 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 ആലുലിയ ദാവീദിനെ പോലെ അനുദപിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ദാവീദിനെ പോലെ തിരിച്ചു വരാനുള്ള കൃപ ലഭിക്കട്ടെ. ആലുലി 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 എല്ലാവരും ശ്രദ്ധിച്ച് രോഗികളായ മക്കളെ പ്രാർത്ഥിക്കുകയോ. ശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ 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 എന്ന് സ്തുതിക്കുക. ശരീരത്തിൽ ദിവ്യകാന്തിയെ നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ 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 എന്ന് സ്തുതിക്കുക. ദഹനക്കുറവുള്ളൊരു പ്രാർത്ഥിക്കുക. ദഹനക്കുറവ് ഒരു വ്യക്തിയുടെ അല്ല, പല വ്യക്തികളുടെയും ദഹനക്കുറവ്, ദഹനക്കേട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മറിയം ത്രേസ്യയോട് പ്രത്യേക ഭക്തിയും സ്നേഹവും മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഉണ്ണീശോയോട് പ്രത്യേക സ്നേഹവും ഭക്തിയും ഉണ്ണീശോയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ചോ. അവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. മണി എന്ന് വിളിപ്പേരുള്ള അല്ലെങ്കിൽ മണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന് അസുഖമുള്ളൊരു പെൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ഹാർട്ടിന് അസുഖമുള്ളൊരു പെൺകുട്ടിയെ കർത്താവ്, ഒരു കുട്ടിയാണ്, ആ കുട്ടിയുടെ ഹാർട്ടിന്റെ അസുഖം, ഒരു പെൺകുട്ടിയാണ്, കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയും. ഉച്ചത്തിൽ സ്തുതിക്കുക, നാവിന് വിട്ടുവിട്ട് സ്തുതിക്കുക, മാത്രം സ്തുതിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ജ്വലിക്കുന്ന അതിനങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. 5 വയസ്സായ ഒരു കുട്ടിയുടെ യൂറിൻ ഇൻഫെക്ഷൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടുത്തെ പുത്രനായ യേശുവിന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മളെ പഠിപ്പിക്കും. ഈ വചനത്തിന്റെ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട്. തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട്. മദ്യപിക്കുന്ന വ്യക്തികൾ, ആ മക്കളോട് കർത്താവ് മദ്യപാനം ഉപേക്ഷിക്കാൻ ഈശോ പറയുകയാണ്. മദ്യം, വീഞ്ഞ്, വീറ്, കള്ള് പല കുടുംബങ്ങളിൽ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. എല്ലാം നശിപ്പിച്ച് കളയാൻ ഈശോ പറയാം. മദ്യക്കുപ്പികൾ പോലും വീട്ടിലുണ്ടാകാൻ പാടില്ല. കഴുത്തുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന് ബ്ലോക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വേരിക്കോസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് രോഗശാന്തികൾ കർത്താവ് ഈ സമൂഹത്തിൽ ഇപ്പോൾ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. തണ്ടല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കിഡ്നി രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ബോഡി പെയിൻ കർത്താവ് എടുത്തു മാറ്റി, ശരീരവേദന എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ചട്ടുകാലുള്ള അല്ലെങ്കിൽ ഞൊണ്ടി നടക്കുന്ന അവസ്ഥയുള്ള ഒരാളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. മൂത്രം പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കാൽമുട്ടിന്റെ ചിരട്ട മാറ്റിവെക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പ്രഷർ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്ന ഒരു കടയിൽ ജോലി ചെയ്യുന്നതിന് മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നവീൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മായ എന്ന മകളുടെ മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. വായിൽ അൾസറുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പീറ്റർ എന്ന മകന്റെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഇരുട്ടിനെ ഭയമുള്ള 2 പേർക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ലിവർ സിറോസിസ് ഉള്ള ജോയി എന്ന മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പനി വന്നതുപോലെയുള്ള ശാരീരിക അസ്വസ്ഥത മാറ്റി ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകൾക്ക് ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തലയിൽ സോറിയാസിസ് ഉള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കണ്ണ് ഡോക്ടറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വീട് പുതുക്കി പണിയാനുള്ള തടസ്സം കർത്താവ് എടുത്തു മാറ്റി ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുത്ത് എന്ന് വിളിപ്പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാലിൽ എല്ല് വളർച്ചയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഒരു പറമ്പിൽ നിന്നും ആനശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബിനോയ് എന്ന മകനോട് തുറന്ന് കുമ്പസാരം നടത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. രാത്രിയിൽ വിട്ടുവിട്ട് പനി വരുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ നൽകി സൗഖ്യം നൽകി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നു. നിരയെ പറമ്പിൽ എന്ന വീട്ടുപേരി ചെന്നിരുന്നു. ആ കുടുംബത്തോട് ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. ഒരു കുഞ്ഞിന്റെ കിഡ്നി സംബന്ധമായ രോഗാവസ്ഥ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഒരു കടയിൽ നിന്ന് എലിശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഡെനിൽ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു സഹോദരിയുടെ ബ്രസ്റ്റിലെ മുട കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു.
ഒരു പറമ്പിൽ നിന്ന് കുരങ്ങു ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശത്തുള്ള വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദമ്പതികളോട് വിവാഹമോചനത്തിൽ നിന്നും പിന്മാറാൻ കർത്താവ് ശക്തമായ സന്ദേശം തരുന്നു. ധാരാളം ലോട്ടറി എടുക്കുന്ന ശീലത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ഈശോ കാണിക്കുന്നു. രക്തത്തിൽ അണുബാധയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മേബിളിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തലയിൽ പൊറ്റൻ പോലെ താരം വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നേർച്ചക്കടമുള്ള വ്യക്തികളെ കാണിക്കുന്നു. നേർച്ചക്കട നിറവേറ്റാൻ ഈശോ സന്ദേശം തരുന്നു. ശരീരത്തിലെ കാൽസ്യം കുറവുള്ള അതുമൂലം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സണ്ണി എന്ന വ്യക്തിയുടെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ലങ്സിലെ ക്യാൻസർ ഉള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് കർത്താവ് കാണിക്കുന്നു. അതിന്റെ ഉടമയോട് ബന്ധന പ്രാർത്ഥന ചൊല്ലാനും ദശാംശം കൊടുക്കാനും ഈശോ പറയുന്നു. കണ്ണിലെ പാട പോലെ വന്ന് കണ്ണിന് കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലച്ചോറിൽ അണുബാധയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അബുദാബി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു. സ്കിന്ന് മുഴുവൻ ഡ്രൈ ആയി വലിഞ്ഞു പൊട്ടുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിസ തടസ്സം നേരിടുന്ന ഒരു മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു മകന്റെ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പാർക്കിൻസൺസ് രോഗികളെ പ്രാർത്ഥിക്കുക, ഈശോ സൗഖ്യം തരുന്നതായിട്ട് കാണിക്കുന്നു. ഡ്രൈവറായ ഒരു മകന്റെ ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അപ്പൻഡിക്സിന് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കൃത്രിമ കാൽ വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ശരീരത്തിൽ മുഴുവൻ നീരുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സോറിയാസ് ഉള്ളവർ പ്രാർത്ഥിക്കുക, സോറിയാസ് രോഗികൾക്ക് സൗഖ്യം നൽകുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകത്തോർക്ക് നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കുന്നു. ഇവിടെ പറഞ്ഞത് പറയാത്തതുമായി ഒരുപാട് രോഗശാന്തികൾ വിടുതലോർക്ക് നന്ദി പറയുന്ന കർത്താവേ. ആലുലിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോട്ടെ. എൻ്റെ പേര് റാഫി. എൻ്റെ സ്ഥലം അമ്മാടം. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഇടവകയാണ് അമ്മാടം ഇടവക. ഞാൻ 2023 ഡിസംബർ 31 മുതലുള്ള ഏൽഫ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ധ്യാനത്തിലെ കുംഭസാരത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. ആ ക്ലാസ്സിനോടനുബന്ധിച്ച് കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ലീഫ്ലെറ്റ് ഇവിടുന്ന് കിട്ടുകയുണ്ടായി. ലീഫ്ലെറ്റ് അനുസരിച്ച് ഞാൻ കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങി. ഒരു തവണ ഞാൻ ചെയ്ത പാപം ഏറ്റുപറഞ്ഞു. ഈ പാപം ഞാൻ ചൊവ്വാഴ്ച ദിവസം കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞതാണ്. വീണ്ടും ഇനി ആ പാപം എന്നോട് ദൈവം ക്ഷമിച്ചില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് വ്യാഴാഴ്ച രാവിലെയുള്ള കുംഭസാരത്തിലും ആ പാപം ഞാൻ ഏറ്റുപറഞ്ഞു. എന്നിട്ടും എനിക്ക് പാപം എന്നോട് ദൈവം ക്ഷമിച്ചിട്ടില്ല എന്നുള്ള ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നിരുന്നു. ആ പാപം വ്യാഴാഴ്ച വൈകിട്ടും ആ കുംഭസാരത്തിൽ വീണ്ടും ആ പാപം തന്നെ ഞാൻ ഏറ്റുപറഞ്ഞു. ഒരു ധ്യാനത്തിൽ തന്നെ ഒരേ പാപം തന്നെ 3 തവണ ഞാൻ കുംഭസാരത്തിൽ അതേ പാപം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. വ്യാഴാഴ്ച ദിവസം ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു വ്യക്തി ഒരേ പാപം തന്നെ ആവർത്തിച്ച് കുംഭസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരേ പാപം തന്നെ. ആ വ്യക്തിയോട് ആ പാപം ദൈവം ക്ഷമിച്ചു എന്ന് പറയുന്നു. ആ വ്യക്തിയോട് ഇനിമേലിൽ ആ പാപം ഏറ്റുപറയണ്ട എന്ന് ഈ സന്ദേശം അച്ഛനോട് കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം ഇരട്ടിയായി വർദ്ധിച്ചു. കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു എന്നുള്ള ബോധ്യം എനിക്ക് വന്നു. കുംഭസാരത്തിനെ കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന വലിയൊരു സന്ദേശമായിരുന്നു അത്. കർത്താവ് നേരിട്ട് പറയുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായത്. എൻ്റെ